കുറച്ച് ഉളുപ്പുണ്ടാ, കുറച്ച് ലേശം അവരെല്ലാം കണ്ട് പഠിക്കണം, മാറ്റിയത് മാർച്ചത് പറഞ്ഞിട്ട് കുറേ ആളിങ്ങനെ വരും. എനിക്ക് ഇപ്പോഴും ഉണ്ട് ആ ഒരു ഗിൽട്ട്. അവരെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ കൊട്ടിക്കളിക്കാം. അതുകൊണ്ടാണ് അവരെ താത്തിനൊക്കെ തുറന്ന പാവയാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങൾക്ക് ബൗണ്ടറീസ് വരുമ്പോൾ അവർക്ക് തീരെ പിടിക്കാണ്ടിരിക്കുന്നത്. മറ്റേ ആണി അടിച്ച് കയറ്റുന്ന പോലെ ആയിരിക്കും ഉണ്ടാവാൻ. അങ്ങനെ ഊരിയെടുത്താലും ആ ഒരു ഇതുണ്ടായിരിക്കും, ആ ഒരു ഹോള് ഉണ്ടായിരിക്കും. ഒട്ടും റെസ്റ്റ് ചെയ്യാൻ വിടൂല അത്. നെക്സ്റ്റ് സിനാരിയോ, എൻ്റെ ഫ്രണ്ട്സ് എന്നോട് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത് വരുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ അവരെൻ്റെ ഫ്രണ്ടല്ല, ആരും എൻ്റെ ഫ്രണ്ട്സ് അല്ല ഉള്ളത് ആദ്യം മനസ്സിലാക്കുക. കാര്യം കാണാൻ എന്നെ കൊണ്ട് നടക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ കാര്യം കണ്ടു കഴിഞ്ഞാൽ അവർക്കിന്നെ വേണ്ട, അവരൊന്നും ഫ്രണ്ട്സേ അല്ല. മീൻസ് അവർക്ക് അവരുടെ ആവശ്യം നിറവേറ്റാൻ ഒരു സാധനം അല്ലെങ്കിൽ ഒരാൾ, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇങ്ങനെയുള്ളവരെ ആദ്യം എന്താക്കുക, കട്ട് ഓഫ് ചെയ്ത് കളിക്കുക. എന്നിട്ട് നല്ല ഫ്രണ്ട്സിനെ കിട്ടുവാണെങ്കിൽ അവരൊക്കെ ഇതാക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക. നമ്മൾ ഓൺ കമ്പനി എൻജോയ് ചെയ്യാൻ പഠിക്കണം. ആരില്ലെങ്കിലും നമ്മുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് പീസ്ഫുള്ളായിട്ട്, ആൾക്കാരില്ലേക്കാൾ മീൻസ് ആൾക്കാർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനും, ആൾക്കാർ നിങ്ങളെ ഹാപ്പി ആക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങളെ ഹാപ്പി ആക്കാനൊക്കെ ആക്കി വെക്കാനൊക്കെ പറ്റണം. ഓക്കെ, അത് നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ട ഒരു സ്കില്ല് തന്നെയാണ്, ദ ആർട്ട് ഓഫ് ബീയിങ് അലോൺ. അങ്ങനൊരു ബുക്കില്ലേ, ഉണ്ടെന്ന് തോന്നുന്നു, വായിച്ചിട്ടില്ല, നമുക്ക് വായിക്കണം. റിയൽ ഫ്രണ്ട്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റിയൽ ഫ്രണ്ട്സ് എനിക്കൊരു പ്രശ്നം വന്നാൽ അതിൻ്റെയൊക്കെ ഉണ്ടാവും. കാര്യം കാണാനല്ല ഇതാക്കുക, അല്ലെങ്കിലും വെറുതെ വിളിച്ചിട്ടൊക്കെ സംസാരിക്കും, വെറുതെ ഇതൊക്കെ ആക്കും. അവർ ഞാൻ കെയർ ചെയ്യും. കെയർ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഭയങ്കര ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്, എന്നാലും കെയർ ചെയ്യും. എനിക്കെന്തെങ്കിലും പ്രശ്നമെല്ലാം വന്നാൽ അവർ കൂടെ നിൽക്കും. ഓക്കെ, അതങ്ങ് ഒരു പ്രശ്നം വന്ന് അന്നേരം ഇട്ടേച്ച് പോവില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്, പാരൻസ് അവരുടെ കുട്ടീനെ വേറെ ആളുമായിട്ട് കമ്പയർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞതിന് സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പാരൻസ് അവരുടെ കുട്ടീനെ വേറെ ആൾക്കാരായിട്ട് അല്ലെങ്കിൽ വേറെ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ പാരൻസിനോടും പാരൻസ് ആവാൻ പോകുന്നവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, കുറച്ച് ഉളുപ്പുണ്ടാ, കുറച്ച് ലേശം നിങ്ങളെ തീരുമാനമാണ് കുട്ടീനെ ഈ വേൾഡിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. അല്ലാണ്ട് കുട്ടി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങ് വരണം പറഞ്ഞ ഇല്ലല്ലോ, കലമ്പുന്നല്ല, ഒരു ഇതുകൊണ്ട് പറഞ്ഞു പോന്നെയാണ്. അപ്പം ആ കുട്ടിക്ക് ഇമോഷണലി അവൈലബിൾ ആവാന്നുള്ളത്, കുട്ടീനെ മനസ്സിലാക്കുക എന്നുള്ളത് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് കുട്ടീൻ്റെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെ നശിപ്പിക്കാം, കുട്ടീൻ്റെ കോൺഫിഡൻസ് എങ്ങനെ കളയാം, കുട്ടീനെ എങ്ങനെ കമ്പയർ ചെയ്യാം, ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് പാരൻ്റ് എന്നുള്ളത് പോലും വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ അതിന് അർഹരല്ല. ഒരു പാരൻ്റ് എന്നുള്ള ഇത് നിങ്ങൾ അർഹരല്ല. ഒരു കുട്ടീനെ ജനിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ പാരൻ്റ് ആവില്ല, ആദ്യം മനസ്സിലാക്കുക. നിങ്ങളിങ്ങനെ കുട്ടീനെ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ആ കുട്ടീൻ്റെ കോൺഫിഡൻസ് പോവും, സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കുട്ടിയും എപ്പോഴും ഇങ്ങനെ അവരുടെ വേർത്ത് അവർക്ക് മനസ്സിലാവില്ല, ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ കുട്ടി ഒന്നിനും വേർത്തല്ല എന്നുള്ളത് ആ കുട്ടി അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അതെല്ലാം റിയാലിറ്റി എന്നുള്ളതെങ്കിൽ പോലും അവർ അങ്ങനെയൊക്കെ ചിന്തിക്കും. പിന്നെ കുറേ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരും. നിങ്ങൾ ശരിക്കും ട്രോമയാണ് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഇതൊന്നും പറ്റൂല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് പാരൻറ്റിക്ക് പറ്റൂല, മര്യാദയ്ക്ക് ഒരു കുട്ടീനെ ഇങ്ങനെ ട്രോമയൊന്നും ഇല്ലാതെ നന്നായിട്ട് വളർത്താൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടീനെ കൊണ്ടുവരണ്ട. ഈ ലോകത്തിലേക്ക് ഈ കുട്ടീനെ കൊണ്ടുവന്നിട്ടിടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു മിനിറ്റടാ, ഒരു കോളുണ്ട്. ഹലോ, പറ. പിന്നെ ഇങ്ങനത്തെ കുട്ടികളോട് ആദ്യം നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ട് നിങ്ങളെ നല്ലതെന്ന് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും, ബട്ട് അവർക്ക് അറിയുന്നുണ്ടാവില്ല അത് നിങ്ങളെ ഹേർട്ടാക്കുന്നുണ്ട് ചില പേരൻസിനെ. അപ്പോൾ നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹേർട്ടാവുന്നുണ്ട്, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ല പറയാം. എന്നിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ
പറ്റുമെങ്കിൽ അവിടുന്ന് മാറി താമസിക്കുക. മീൻസ് നിങ്ങൾ ഏൺ ചെയ്ത് നിങ്ങൾക്ക് 18 വയസ്സൊക്കെ ആയി, നിങ്ങൾ അഡൾട്ടായി, എന്നിട്ട് നിങ്ങൾക്കൊരു ഇൻകമൊക്കെ ഉണ്ട്, ഇൻകമൊക്കെ ഇല്ലെങ്കിലും നിങ്ങൾ അഡൾട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ വല്ല ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കാനൊക്കെ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും പഠിക്കാം. ഇങ്ങനെ കമ്പാരിസൺ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിൽക്കുക എന്നുള്ളത്, അതിങ്ങനെ കോൺസ്റ്റൻ്റ് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന ഫാമിലിയിൽ നിൽക്കുക എന്നുള്ളത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. നിങ്ങളത് തെറ്റല്ലെങ്കിൽ പോലും നിങ്ങളങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര നല്ലതായിരിക്കില്ല, അത്ര നല്ലതായിരിക്കില്ല, ഒട്ടും നല്ലതായിരിക്കില്ല. അപ്പോൾ ആണെന്ന് മാക്സിമം ഒഴിഞ്ഞ് നിൽക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ എവിടെയും കറങ്ങി പോകാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു 18 വയസ്സായി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എടുത്തിട്ട് മാറാം. വീട് എടുക്കുമോ, റെൻറ്റിനെടുക്കുമോ, അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിനെടുക്കുമോ, എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പോയി താമസിക്കുമോ, എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുക. അതായിരിക്കും നല്ലത്. പിന്നെ എല്ലാം നിങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇവർ പറയുന്നത് അധികം കാര്യമായിട്ട് എടുക്കാതിരിക്കുക. അവർ പറയുന്നതെല്ലാം നിങ്ങളെ വേർത്ത് ഡിസൈഡ് ചെയ്യണമെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ വേറെ ഒരു സിനാരിയോ ആണ്, ഓൺലൈനിൽ കോൺഫിഡൻ്റ് ആണ്, ബട്ട് റിയൽ ലൈഫ് ഒട്ടും കോൺഫിഡൻ്റ് ഇല്ല, ഭയങ്കര ഇൻസെക്യൂർ ആണ്, ഞാൻ അധിക ദിവസം ഇരുന്ന് കരിയും എന്നൊക്കെയാണ് പറയുന്നത്. കുട്ടിക്ക് എന്തായാലും വരുന്നു എന്തൊരു ഈ കുട്ടിക്ക് നമുക്ക് സാറ്റിൻ എന്ന് പേരിടാം. സാറ്റിൻ കവറാണ്, ഇല്ല കവറാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നുള്ളത്. സോ സാറ്റിൻ എന്ന് പേരിടാം. അപ്പോൾ ഈ സാറ്റിൻ എന്ന് പറഞ്ഞൊരു കുട്ടി സ്ട്രോങ് ആയിട്ട് പുറത്ത് കാണുന്നുള്ളതും സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളതും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോൺഫിഡൻ്റ് ആയിട്ട് കാണിക്കുന്നുള്ളതും കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളതും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഞാൻ പറയുവാണ്, അത് കോൺഫിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്തു, കോൺഫിഡൻറ്റ് പേഴ്സണായിട്ട് ആക്ട് ചെയ്തു. മീൻസ് അന്നേരം കുറച്ചൊക്കെ കോൺഫിഡൻ്റ് ആവും. അത് മാത്രം ഉള്ളതുകൊണ്ട് കോൺഫിഡൻ്റ് ആവുന്നില്ല, ബട്ട് ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് ആണല്ലോ. സോ അത് ചെയ്താൽ എനിക്ക് വർക്കായിട്ടുണ്ട്, നിങ്ങൾക്ക് വർക്കാവുമായിരിക്കും. പിന്നെ സ്വന്തമായിട്ട് നമ്മളെ തന്നെ ഹീൽ ചെയ്യാതെ ആ ഒരു കോൺഫിഡൻസ് വരുന്ന എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. സോ ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. ഞാൻ കോൺഫിഡൻസിൻ്റെ വീഡിയോ ഉടനെ തരാം. ഓക്കെ, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പോൾ നമുക്ക് പാർട്ടായിട്ട് വേണ്ടി വരും അത് ചെയ്യാനായിട്ട്. സോ ഞാൻ തരാടാ, അതിൻ്റെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തോന്നും. പിന്നെ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ കോൺഫിഡൻ്റായിട്ട് പബ്ലിക്കിൽ കാണിച്ച കുഴപ്പമില്ല. പിന്നെ ഇൻസെക്യൂരിറ്റി, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഇൻസെക്യൂരിറ്റി ഇല്ല. പിന്നെ ഞാൻ ഇത് ചെയ്യാം. പിന്നെ ഈ സെൽഫ് ലവിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കാണുക. ഞാൻ വേറൊരു സെൽഫ് ലവിൻ്റെ കുറച്ചുകൂടി വിശദീകരിച്ചിട്ടൊരു സെൽഫ് ലവിൻ്റെ വീഡിയോ ചെയ്യാം, അതും ഒന്ന് കാണാം. ഞാൻ ഇടുന്ന കോൺഫിഡൻസിൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, അത് ഇതിൽ തീരൂല, ഇത് കുറച്ചധികം പറയാനുണ്ട്. ഈ വീഡിയോ എൻറ്റയർലി വേണ്ടി വരും പറയുകയാണെങ്കിൽ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. നമ്മളെപ്പോൾ റെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു ഗിൽറ്റ് തോന്നുന്നുള്ളത്. ഞാൻ സംസാരിച്ച വേറെ 3 എൽഡസ്റ്റ് ഡോട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഇവർക്കും ഈ സെയിം സാധനം ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനൊരു എൽഡസ്റ്റ് ഡോട്ടറാണ് കേട്ടോ, എല്ലാത്തവർക്കും ഉണ്ട് കേട്ടോ, എല്ലാമില്ല. ബട്ട് ഒരാൾക്ക് ഞാനും അവളും തമ്മിൽ ഭയങ്കര എന്തുണ്ട്, സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മളെ ഇൻട്രസ്റ്റ് സെയിം ആണ്, നമ്മളെ ഗോൾസൊക്കെ സിമിലറാണ്. നമുക്ക് കുറേ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണെന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ അക്സെപ്റ്റ് ചെയ്യാം. ഇത് എനിക്ക് ഇപ്പോഴും ഉണ്ട് ആ ഒരു ഗിൽറ്റ്. ഇപ്പം കുറവാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കിപ്പിച്ച് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ്. കുറേ അഫർമേഷൻസും അല്ലാതെ കുറേ ഹീലിങ്ങും ഒക്കെ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. ബട്ട് ഇനി നമ്മൾ ഹീലിങ്ങിനൊക്കെ വർക്ക് ചെയ്യണം ഓഫ് കോഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സാണ്. നമുക്ക് റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് റെസ്റ്റ് ഇല്ലാതെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. 11 ദിവസം വെച്ചോ ഉറങ്ങാതിരുന്നാൽ അത്രയും ദിവസം ഉണ്ടായിരുന്നു, വളരെ കുറച്ച് ദിവസമാണ്. അത്രയും ദിവസം ഉറങ്ങാതിരുന്നാൽ നമ്മൾ മനുഷ്യന്മാർ ചത്തുപോകും. കറക്റ്റ് 11 തന്നെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അതെന്തായാലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കറക്റ്റ് ചെയ്യാൻ തന്നെ. അപ്പോൾ
അപ്പോൾ നമുക്ക് എന്തായാലും റെസ്റ്റ് വേണം. റെസ്റ്റ് ഇല്ലാതെ നമുക്ക് ഫങ്ഷൻ ചെയ്യാന്നുള്ളത് പോസിബിളായിട്ടൊരു കാര്യമല്ല. പിന്നെ 8 മണിക്കൂർ ഉറങ്ങണം എന്ന് പറയുന്നുണ്ട്. ഈ 8 മണിക്കൂറൊന്നും ചിലവർക്ക് പോസിബിൾ അല്ല. പോലത്തെ ആൾക്കാർക്കൊന്നും സ്ട്രെയിറ്റ് 8 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളത് എനിക്കൊന്നും ഒട്ടും പോസിബിൾ അല്ല. എനിക്ക് ആഗ്രഹമുണ്ട്, ബട്ട് ഞാൻ ചില ദിവസം ടൈമും ഉണ്ട്, ബട്ട് ഞാൻ എണീക്കും. അതൊരു പ്രശ്നം. എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അത്രയും നേരം ഉറങ്ങാൻ കഴിയില്ല. ഇങ്ങനെ നാപ്പെല്ലാം കൂടി ചേർത്ത് 8 മണിക്കൂർ വേണമെങ്കിൽ ആക്കാം. അതും ചില ഡേയ്സിൽ ഇങ്ങനെ കുറേ വർക്കും കുറേ പ്രഷറുള്ള ഡേയ്സിൽ എനിക്ക് പറ്റൂല. ഞാൻ എന്നോട് പറയും, ഇങ്ങനെ റിമൈൻഡ് ചെയ്യും, ഞാൻ ഉറങ്ങുന്നുള്ളത് റെസ്റ്റ് അല്ല, അത് റെസ്റ്റായിട്ട് കാണാൻ പാടില്ല. ഉറങ്ങുക എന്നുള്ളത് ഭയങ്കര ബേസിക്കായിട്ടുള്ളൊരു തിങ്ങാണ്. നമ്മളെ നീഡാണ്. ഉറക്കം ഇല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റൂല. യു ആർ അലൗഡ് ടു റെസ്റ്റ്, യു ആർ അലൗഡ് ടു സ്ലീപ്പ്, യു നീഡ് ഇറ്റ്, യു ഡിസേർവ് ഇറ്റ് എന്നുള്ളത് ഇങ്ങനെയൊക്കെ ഞാൻ എന്നോട് കണ്ടിന്യൂസ്ലി പറഞ്ഞിട്ടൊക്കെയാണ് ചില ദിവസം ഞാൻ ഇങ്ങനെ ഓർക്കാണ്. ആ ഗിൽട്ട് എന്നുള്ളത് അനുഭവിച്ചവർക്ക് നന്നായിട്ടറിയാം. നമ്മൾ ഒട്ടും റെസ്റ്റ് ചെയ്യാൻ വിടൂല അത്. പിന്നെ അതിൻ്റെ ഒരു മെയിൻ റീസൺ നമ്മളെ പാരൻറ്റിങ്ങും കൂടിയാണ്. പാരൻസിന് മെജോറിറ്റി പാരൻസിനും അറിയാനിട്ടാണ്, അല്ലാതെ മനഃപൂർവ്വം അവർ ചെയ്തതല്ല. അവർക്ക് അറിയാനിട്ടും അതുപോലെ തന്നെ അവർ ഹീലാവാത്തതുകൊണ്ടും ഒക്കെ വന്ന മിസ്റ്റേക്കാണ്. ഞാൻ ഇത്രയൊക്കെ ഇപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മുന്നത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിക്കറിയാം നിങ്ങൾ ഹീലാവാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ എനിക്കറിയാം. മോസ്റ്റ് പാരൻസിന്, മെജോറിറ്റി പാരൻസുമാണ്. ചില പാരൻസ് അങ്ങനെയല്ല. ഓക്കെ, ബട്ട് നിങ്ങൾ ഹീലാവാതെ ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നിടരുത്. നിങ്ങൾ അത്രയും ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത നിങ്ങൾ അതായിരിക്കും. ഓക്കെ ആയിക്കോട്ടെ, നമുക്കിത് പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ റെസ്റ്റ് വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ റെസ്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ മൈൻഡിൽ ഓൾറെഡി ഒരു സാധനം ഫിക്സ് ആയി കഴിഞ്ഞാൽ ഞാൻ മാറ്റാൻ നിങ്ങൾ ഇതൊക്കെ നമ്മളെ കുറേ ഇതൊക്കെ വന്നിട്ടുള്ളതാണ്. അത് ആണി അടിച്ച് കയറ്റുന്ന പോലെയായിരിക്കും ഉണ്ടാവാൻ. ഇങ്ങനെ ഊരിയെടുത്താലും ആ ഒരു ഇതുണ്ടായിരിക്കും, ആ ഒരു ഹോള് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ എന്താക്കണം, പതിയെ വേണം ചെയ്യാനായിട്ട്. അല്ലാതെ പെട്ടെന്ന് നടക്കൂല എന്നുള്ളതാണ് എനിക്കറിയാം. സോ ഇത് ഞാൻ ഇപ്പം എങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഈ സെയിം പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്ന ഒരാളാണ്. കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും സ്റ്റിൽ ഞാൻ കടന്നു പോകുന്നുണ്ട്. നമ്മളിങ്ങനെ പറയാം, യു ആർ അലൗഡ് ടു റെസ്റ്റ്, ഐ എം അലൗഡ് ടു റെസ്റ്റ്, യു ഡിസേർവ് ടു സ്ലീപ്പ്. സ്ലീപ്പ് എന്നുള്ളത് ശരിക്കും റെസ്റ്റ് അല്ല. നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ തന്നെ നമ്മളെ ബേസിക് ആയിട്ടുള്ള നീഡാണ്. എങ്ങനെയായാലും ഉറങ്ങിയേ പറ്റത്തുള്ളൂ. ഇനി ഉറക്കം വരുന്നില്ലെങ്കിൽ ജസ്റ്റ് കണ്ണടച്ചവിടെ കിടക്കുക. എനിക്ക് കണ്ണടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ട്, ജസ്റ്റ് അവിടെ കിടക്കുക ചെയ്യുക. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാതെ വർക്ക് ചെയ്യുന്നത് ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ വർക്ക് ഹോളിക്കാണ്, അല്ലെങ്കിൽ അതിനോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ്, പ്രൊഡക്റ്റിവിറ്റി ആണെന്നുള്ളതൊക്കെ പറയുന്നവരോട് എനിക്കുണ്ടല്ലോ നമുക്കൊന്നും പറയാനില്ല. അതൊന്നും പ്രൊഡക്റ്റിവിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ആയിട്ടോ അല്ലെങ്കിൽ അതൊന്നും അങ്ങനെ ഇതാക്കേണ്ട കാര്യമല്ല, നല്ലതായിട്ട് ഇതാക്കേണ്ട കാര്യമല്ല. നമ്മളെ ഈ ഒരു സൊസൈറ്റീൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നോക്കിയാൽ അവരെല്ലാം കണ്ട് പഠിക്കണം, മാർച്ച് ചെയ്ത് പറഞ്ഞിട്ട് കുറേ ആളിങ്ങനെ വരും. ബട്ട് അതിലൊന്നും നിങ്ങൾ വീഴാൻ പോകരുത്. അതൊക്കെ ശരിക്കും നമ്മൾ ചെയ്യുന്ന ടോർച്ചറിങ് പോലെ തന്നെയാണ് അതൊക്കെ. ഒന്നും വീണ് പോവാതിരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ തെറാപ്പി എടുത്തോ. ഞാൻ ഇങ്ങനെ ഓവർകം ചെയ്ത് വന്നില്ല എന്നാൽ എനിക്ക് കുറച്ചുകൂടി പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കുക, മാക്സിമം നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കുക. ഹീൽ ചെയ്യുന്നതോറും ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഒക്കെ അങ്ങ് പോയിക്കോളും. അങ്ങനെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് കിടക്കുക ചെയ്യാൻ അവിടെ നമുക്ക് ഉറക്കം വരുന്നില്ല, കുറേ കഴിയില്ല, എന്നാൽ പിന്നെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി ചെയ്യരുത്. അപ്പോൾ എന്നോട് ചെയ്ത നല്ല മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്ത് പറഞ്ഞിരുന്നേടാ. പിന്നെ ഇതും എനിക്ക് നല്ല റിലേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പുറത്തുനിന്നൊരു ആൾ കാണുമ്പം നമ്മൾ ലേസി ആയിട്ടാണ് തോന്നാൻ, ബട്ട് നമ്മൾ മെൻ്റലി എക്സോസ്റ്റഡ് ആയിട്ടാണ് ഉണ്ടാവാൻ. എനിക്ക് പറയാനുള്ളത് ബേൺ ഔട്ട് എന്നുള്ളത് ലേസിനെസ് അല്ല,
ഓക്കെ. അതുപോലെ തന്നെ മെൻ്റലി എക്സോസ്റ്റഡ് ആവുക. മെൻ്റലി എക്സോസ്റ്റഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സർവൈവിങ് ഡേയ്സ് എന്നുള്ളത് സർവൈവ് ചെയ്യാനുള്ളതാണ്. അത് അന്നേരം പോയിട്ട് വർക്ക് ചെയ്യാനുള്ളതോ എന്നല്ല. നമ്മൾ സർവൈവ് ചെയ്യുന്നുണ്ടോ അതന്നെ വലിയ കാര്യം. ഇങ്ങനെ ബ്രേക്ക് ഡൗൺ എല്ലാം ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബേൺ ഔട്ട് ആവുക, ബ്രേക്ക് ഡൗൺ ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത്, അതൊക്കെ സർവൈവ് ചെയ്യുന്നുണ്ടോ അതന്നെ ബിഗ് സല്യൂട്ട് ഗൈസ്. അനുഭവിക്കുന്ന ആളാണ് എനിക്കിത് നല്ലോണം പറയാൻ കഴിയും. അതൊന്നും ലേസിനെസ്സേ അല്ല. ഒരു ടയേർഡായിട്ടുള്ള മൈൻഡിന് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അൺമോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലേസി ആയിട്ടേ അവർ കാണത്തുള്ളൂ. ബട്ട് ഇത് അനുഭവിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് അറിയാം ലേസിനെസ് അല്ല എന്നുള്ളത്. അറിയാലോ, നമുക്കറിയാലോ. അത് മതി. ഇവരെന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അറിയില്ല. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ഇപ്പോൾ ഞാൻ പറയണു എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, എനിക്ക് ആൻസൈറ്റി ഉണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, എനിക്ക് ഉണ്ട് ആക്ച്വലി. എൽഡസ്റ്റ് ഡോട്ടർ സിൻഡ്രോം ഉണ്ട്. എങ്ങനെയാണെന്നുള്ളത് അനുഭവിച്ച ആൾക്ക് മാത്രമേ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അനുഭവിച്ച ആൾക്ക് മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അനുഭവിച്ച ആൾ തന്നെ സെയിം ആയിരിക്കില്ല, കുറേ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പോലും മര്യാദയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാധനം ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒട്ടും മനസ്സിലാവാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മൂവ് ഓൺ ആവുക, നമ്മളെ കാര്യം നോക്കുക. ഒക്കെ സർവൈവിങ് ഡേയ്സാണ്. സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വലിയ കാര്യമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യാനില്ല. നമ്മൾ പറയാം സർവൈവിങ് ഡേയ്സ് ഉണ്ടാകുന്നത് നോർമലാണ്, അല്ലാതെ ഞാൻ സർവൈവ് ചെയ്തോ അത് ഐ ആം പ്രൗഡ് ഓഫ് എന്നുള്ളത് നമ്മളോട് തന്നെ പറയാം. നമ്മളെ ഭയങ്കരമായിട്ട് ഈ ടൈമിലൊക്കെ ടേക്ക് കെയർ ചെയ്യുക, നല്ല അഫർമേഷൻസ് പറയുക ഒക്കെ പറ്റുമോ എന്നുള്ളത് വേറൊരു സാധനമാണ്. ബിക്കോസ് ആ ഒരു ഡേയ്സിലൊന്നും നമുക്ക് പറ്റണമെന്നില്ല. ബട്ട് നമ്മളെപ്പോഴും നമ്മളോട് ജെൻറ്റിലായിട്ടിരിക്കാൻ നോക്കുക. ഓക്കെ. ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കും, ബാക്കിയുള്ളവരെന്ത് പറയും എന്നുള്ളത് മാറ്റി വെക്കുക. അത് നിങ്ങൾ ചിന്തിക്കുക വേണ്ട. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഇമോഷണൽ ആവുന്നു. ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇമോഷണലൊക്കെ ആവുന്നുണ്ടല്ലേ. പിന്നെയുള്ളതാണ്, നിങ്ങൾ ബൗണ്ടറീസ് വെക്കുമ്പം ആൾക്കാർ നിങ്ങളെ റൂഡാണ്, സെൽഫിഷാണ്, ജാടയാണ് എന്നൊക്കെ പറയുന്നുള്ളത്. നമ്മളെ സൊസൈറ്റി അങ്ങനെയാണ്. ബിക്കോസ് ഇത്ര നാളും അവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തും പറയാൻ പറ്റുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ബൗണ്ടറീസൊക്കെ വെക്കുമ്പോൾ, പെട്ടെന്നല്ല എന്നാലും പെട്ടെന്നൊന്നും നമ്മൾ വെക്കൂലല്ലോ. എന്നാലും ഇങ്ങനെ ബൗണ്ടറീസൊക്കെ വെക്കും. അല്ലെങ്കിൽ ആദ്യം തൊട്ട് അവർക്ക് ബൗണ്ടറീസ് ഉണ്ടാകുമ്പോൾ അവരെ കണ്ടത് അവർക്ക് ആക്സസിബിൾ അല്ല. അപ്പോൾ അവർക്ക് എന്തല്ല ഇയാളെ അത്ര ആക്സസിബിൾ അല്ല, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന പോലെ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരെ നിൽക്കേണ്ട ഒരു സ്ഥലത്ത് നിൽക്കണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നൊക്കെ അറിയുമ്പോൾ ഓഫ്കോഴ്സ് അവർ നിങ്ങളെങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ആ ബൗണ്ടറീസൊക്കെ വീണ്ടും ഇല്ലാണ്ടാക്കാൻ നോക്കും. റൂഡാ പറയും, സെൽഫിഷാ പറയും, നിങ്ങൾ ഭയങ്കര ആരോഗ്യൻ്റാ പറയും. ബട്ട് ഇതൊന്നും എന്താക്കണ്ട, നിങ്ങൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല. ബൗണ്ടറീസ് എന്നുള്ളത് നമുക്ക് വേണ്ട ഒരു സാധനം തന്നെയാണ്. അതില്ലെങ്കിൽ ആണ് നിങ്ങളെ ആൾക്കാർ യൂസ് ചെയ്യും, ലിറ്ററലി നിങ്ങളെ യൂസ് ചെയ്യും, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും, നിങ്ങളെ യൂസ് ചെയ്യും. വഴി കൂടെ പോകുന്ന തലവേദന വരെ നിങ്ങളെ തലയിൽ വരും. വേണ്ടാണ്ടത്തിനായി വള്ളിയെല്ലാം പിടിച്ച് തലയിൽ വെക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളിങ്ങനെ കുറ്റെല്ലാം പറയുമ്പോൾ നമ്മളിങ്ങനെ കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം. പറയൂ വീണ്ടും പറയൂ. നമ്മളിങ്ങനെ എൻകറേജ് ചെയ്യുക. നമ്മളതിനെ കാണേണ്ട എങ്ങനെയാ വെച്ചാൽ, എനിക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, അത് ഇവർക്ക് പിടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതായിരുന്നു. ഞാൻ നേരത്തെ കഴിഞ്ഞ ഇതിലത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സീരിയസ്ലി ഏറ്റെടുക്കുക. ഓക്കെ, അത്രയും പറയാനുള്ളൂ. അന്നേരം എന്താ നിങ്ങൾക്ക് സെറ്റായി. ഇത് നിങ്ങളെ ബാധിക്കില്ല, നിങ്ങളെ ഒരാളെത്തത്തില്ല. പിന്നെ കുറച്ച് തൊലിക്കട്ടിയെല്ലാം ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണ്. എന്തിനാ തൊലിക്കട്ടിയും പറയാ, ഇപ്പോൾ പൊട്ടാവാസം എന്തെങ്കിലും കൊട്ടിയും അതിൻ്റെ തൊലിക്കട്ടി പോലത്തെ തൊലിക്കട്ടിയെല്ലാം ഉള്ളത് നല്ലതാണ്. ഞാൻ പറഞ്ഞു കൊടുത്തത് എന്തിൻ്റെയോ തൊലിക്കട്ടി പറയൂലേ, അപ്പോൾ അതുപോലത്തെ തൊലിക്കട്ടിയുള്ള നല്ല കുറച്ചെല്ലാം അങ്ങനത്തെ തൊലിക്കട്ടിയെല്ലാം വേണം.
അവർക്ക് ബൗണ്ടറീസ് കുറവുണ്ടാകുമ്പോൾ അവർക്ക് നിങ്ങളിങ്ങനെ യൂസ് ചെയ്യാം. അവർക്ക് നിങ്ങളെ തലയിൽ കയറി നിന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. മറ്റേ നിങ്ങളെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ കൊട്ടിക്കളിക്കാം. അതുകൊണ്ടാണ് അവരെ താത്തിനൊക്കെ തുറന്ന പാവയാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങൾക്ക് ബൗണ്ടറീസ് വരുമ്പോൾ അവർക്ക് തീരെ പിടിക്കാണ്ടിരിക്കുന്നത്. അടുപ്പിക്കാൻ പാടില്ല. പൊട്ടുന്ന പോലെ എടുത്തിട്ട് പൊട്ടും അടുപ്പിച്ചാൽ. അങ്ങനത്തെ എല്ലാം മാറ്റി നിർത്തിയേക്കുക. ഐ ഫീൽ ലോൺലി ഇവൻ അറൗണ്ട് പീപ്പിൾ. അതായത് നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ലോൺലി ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ സറൗണ്ടഡ് ആവുന്നതും അണ്ടർസ്റ്റുഡ് ആവുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ കുറേ ആൾക്ക് നിന്നിട്ട് കാര്യമില്ല. ഇവരൊന്നും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺലി ആയിട്ട് തോന്നും. സ്വാഭാവികം. ഇത് നിങ്ങളുണ്ടല്ലോ ആരും ഈ ലോകത്ത് മനസ്സിലാക്കും നിങ്ങളെ കുറിച്ച് വിചാരിക്കാൻ പാടില്ല. ആരും മനസ്സിലാക്കൂല. അത് ആക്ച്വലി ഒരു സൂപ്പർ പവറാണ്. നമ്മളെ എല്ലാം ഇങ്ങനെ ഒരാൾ മനസ്സിലാക്കിയാൽ പിന്നെ ഇത് കാര്യമിരിക്കുന്ന ഒരു കാര്യമില്ല. അങ്ങനെ ഫുള്ളി നമ്മളൊരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ പിന്നെ ഒരു ത്രില്ലില്ല ലൈഫിൽ. നമ്മളെല്ലാം മൂവ് അവർക്ക് പ്രൊഡിക്റ്റബിൾ ആയിരിക്കും. അത് രസമില്ല. അപ്പോൾ അതെന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ നമ്മളുണ്ട് എന്ന് വിചാരിച്ചിട്ടങ്ങ് പോവുക. അതുതന്നെയാണ് ആക്ച്വലി നല്ലത്. തലവേദനയില്ല, സ്വസ്ഥതയുണ്ട്. അതുതന്നെയാണ് നല്ലത്. എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളെ പെർസ്പെക്റ്റീവൊക്കെ മാറ്റം ഉണ്ടാവും. എൻ്റെ ചാനൽ പറഞ്ഞാൽ പിന്നെ എൻ്റെ ഒപ്പീനിയനും പെർസ്പെക്റ്റീവും ആണല്ലോ പറയുക. ഇങ്ങനെ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം നിങ്ങളെ ക്ലോസ് സർക്കിളിൽ നിർത്തിയാൽ മതി. എല്ലാത്തരോടൊക്കെ ബൈ ബൈ പറഞ്ഞു. എല്ലാത്തരോട് ബൈ ബൈ ഒന്നും പറയണ്ട, ബട്ട് അധികം അടുപ്പിക്കണ്ട. അധികം അടുപ്പിക്കരുത്. ആരും നിങ്ങളിങ്ങനെ ഡിപ്പെൻഡൻ്റ് ആവാനും പാടില്ല. നിങ്ങൾ ലാസ്റ്റ് കരയേണ്ടി വരും. അതിനുള്ളവരെയൊന്നും ഉണ്ടാക്കണ്ട. നമ്മളെപ്പോഴും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക. ഡിറ്റാച്ച്ഡ് ആയിട്ട് സ്നേഹിക്കാൻ പറ്റും, ഡിറ്റാച്ച്ഡ് ആയിട്ട് കെയർ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് നല്ലത്. നമുക്ക് അധികം കരയണ്ട, വിഷമിക്കണ്ട, നല്ലതാണ്. ഈ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ എമ്പതി ഇല്ലാതിരിക്കുക, പിന്നെ ഇമോഷണലി അൺഅവൈലബിൾ ആവുക. അതല്ല കേട്ടോ, അത് ഡിറ്റാച്ച്മെൻ്റ് അല്ല. ഞാൻ സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അത് എനിക്ക് നല്ലോണം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അനക്കും ഉണ്ട്, അല്ലെങ്കിൽ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ചുകൂടി റിലേറ്റബിളാണ്, കുറച്ചുകൂടി നല്ലോണം പറഞ്ഞുതരാൻ പറ്റും തോന്നുന്നു. ബട്ട് ഞാൻ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. മറ്റേ അസ്വി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അസ്വി ചേച്ചിയും ഹസ്ബൻഡും ഉള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിനകത്ത് ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ പറഞ്ഞാൽ എനിക്ക് അസ്വി ചേച്ചിയും ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അസ്വി ചേച്ചിയും എനിക്കും ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വലിയ കഴിയില്ല. എക്സാക്ട്ലി അസ്വി ചേച്ചിനെ പോലെ എല്ലാം ഇല്ല, ബട്ട് ഇങ്ങനെ വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ അധികം അറിയില്ല. അത് ഞാൻ ഇങ്ങനെ സൈലൻ്റ് ആവുക ചെയ്യുക. അസ്വി ചേച്ചിനെ പോലെ ഞാൻ സൈലൻ്റ് ആവുക. ഇങ്ങനെ ഇമോഷണലി അൺഅവൈലബിൾ അല്ല, ബട്ട് അന്നേരം സൈലൻ്റ് ആവുക ചെയ്യുക. അതെന്താ അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല. മാറ്റാൻ നോക്കുന്നുണ്ട്, മാറുന്നില്ല. ബട്ട് ആ ഒരു സൈലൻസ് വേറെ ആരും ഇപ്പം ഹേർട്ട് ചെയ്തില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഹേർട്ട് ചെയ്തില്ല. അവിടെ ഞാൻ പിന്നെ അധികം മാറ്റാൻ നോക്കില്ല. എനിക്ക് പ്രശ്നമില്ല, വേറെ ആർക്കും പ്രശ്നമില്ല. മീൻസ് എൻ്റെ സർക്കിളിലേക്ക് ഞാൻ ഹേർട്ട് ചെയ്തില്ല. എന്നെ നല്ലോണം നോക്കുന്നവരൊന്നും ഞാൻ ഹേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പ്രശ്നമില്ലല്ലോ. പിന്നെ ഇപ്പം ഒന്നും ചെയ്യലില്ല. ഇങ്ങനെ മോസ്റ്റ് സക്സസ്ഫുൾ ആയവർക്കും ഇതൊക്കെ തോന്നിയിട്ടുണ്ടാവും. എന്താണ് തോന്നിയിട്ടുണ്ടാവും അവിടെ? നിങ്ങൾ അതിന് വേണ്ടിയുള്ള പണി എടുക്കുന്നുണ്ടോ നോക്കുക. അതിനുള്ള കറക്റ്റ് പണി എടുക്കുക. ബാക്കിയുള്ളതൊക്കെ അത് അങ്ങ് വിടുക എന്നുള്ളതല്ല, ബട്ട് ഓവറായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ സ്ട്രെസ്ഡ് ആവാതിരിക്കുക. അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തരാനും അറിയില്ല. അത് ഞാൻ ഇപ്പം എന്ത് പറയാനാണ്, ഞാനും ഇതൊക്കെ ഫിഗർ ഔട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നമ്മളെല്ലാം നമ്മളെ കൺട്രോളിലൊന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെ കൺട്രോളിലുള്ള കാര്യം മാത്രം നമ്മൾ മൈൻഡ് ചെയ്യുക, ബാക്കിയുള്ളത് അങ്ങ് വിട്ടേക്കുക.
തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ഫോട്ടോയെ വെക്കണം. നമ്മൾ സക്സസ് ആവാനുള്ള എല്ലാ പണിയും എടുക്കുക. സക്സസ് ആയാലും ഇല്ലെങ്കിൽ സക്സസ് എന്നുള്ളത് ഓരോരുത്തരുടെ ഡെഫിനേഷനിൽ ഇത് മാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങളുടെ ഡെഫിനേഷൻ എന്താണോ അതിനുള്ള പണികൾ എടുക്കുക. അത്ര തന്നെ. ഞാൻ ഉണ്ടല്ലോ നിങ്ങളെ 18 വയസ്സിലുള്ള നിങ്ങളെ സെൽഫിനെയും 80 വയസ്സിലുള്ള നിങ്ങളെ സെൽഫിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയാൽ മതി. ഓക്കെ. ബട്ട് എൻ്റെ കാര്യത്തിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അല്ല, ഓപ്പോസിറ്റ് എന്നല്ല, ചെറിയൊരു മാറ്റം. ഈ 18 എന്നുള്ളത് എൻ്റെ ഒരു 10 ഈ 10 വയസ്സിലുള്ള എന്നെയും 80 വയസ്സിലുള്ള എന്നെയും സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഞാൻ നോക്കേണ്ടത്. അതിങ്ങനെ ചിലവർക്ക് ഈ 18 മാറാൻ ചാൻസുണ്ട്. 80 അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കോൺസ്റ്റൻ്റ് ആയിട്ട്. I keep forgiving people who hurt. ഇതാണ് നെക്സ്റ്റ് സിനാരിയോ. ഓക്കെ. ഈ ഫോർഗിവ് ചെയ്യുമ്പോൾ അമ്മക്ക് പറ്റുന്ന വെച്ചാൽ ആക്ച്വലി അവർക്കല്ല ബെനിഫിറ്റ്, അമ്മക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകും ഈ ഫോർഗിവ് ചെയ്യുമ്പോൾ. നമ്മളിങ്ങനെ നെഞ്ഞത്ത് എടുത്ത് നടക്കുന്ന ഒരു ഭാരം ഇറക്കി വെച്ചു. ഓക്കെ, നമ്മൾ ഫോർഗിവ് ചെയ്തു. ഈ ഫോർഗിവ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരാൾ നിങ്ങളെന്തെങ്കിലും നിങ്ങളെ ചതിച്ചതെല്ലാം വെച്ചോ, ഫോർഗിവ് ചെയ്തു നിങ്ങൾ വെച്ചോ, എന്നുവെച്ചാൽ അവരെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കണം. അവരവിടെ നിന്നോട്ടെ. നിങ്ങൾ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്തു, എന്നാൽ അവരെ ഫോർഗിവ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് ഫോർഗിവ് ചെയ്തേ? അവരെ ഡിസേർവ് ചെയ്യുന്നതുകൊണ്ടല്ല നിങ്ങൾ ഫോർഗിവ് ചെയ്യേണ്ടത്. നിങ്ങളെ സമാധാനത്തിനും സ്വസ്ഥതക്കും ശാന്തിക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫോർഗിവ് ചെയ്യേണ്ടത്. അവരെ ഡിസേർവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സ്വസ്ഥതയാണ് നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിന് വേണ്ടിയിട്ട് ഫോർഗിവ് ചെയ്യാം. ശരിയാണ്. ഫോർഗിവ് ചെയ്തിട്ട് വിളിച്ച് കയറ്റാൻ നിൽക്കുന്നുണ്ട് വീണ്ടും ലൈഫിൽ. അടുത്ത പണി വീണ്ടും വരും. അയാളെ എന്നോട്ടെ, പോയതല്ലേ, പോട്ടെ അങ്ങനെ വെക്കണം. വീണ്ടും നിങ്ങളെ പറ്റിക്കാനുള്ള അല്ലെങ്കിൽ കൂടി നിങ്ങളെ ബ്രേക്ക് ചെയ്യാനൊരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. I lost myself trying to fit in. ഇതാണ് നെക്സ്റ്റ് സിനാറിയോ. ഇതുണ്ടല്ലോ, ഇങ്ങനെ കുറേ സാധനം ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറയും. ഇതിനൊക്കെ ഞാൻ ചുരുക്കി ഒരു വേർഡാക്കിയിട്ട് വെക്കും. എന്നിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. അല്ലാതെ ഇത് ഓരോരുത്തർ എക്സ്പീരിയൻസ് ഇങ്ങനെ പറയാൻ നിന്നാൽ ഇതിപ്പോൾ ഒന്നും തീരൂല. അപ്പം തന്നെ അരമണിക്കൂറായി. 1 മിനിറ്റ് കൂടെ അരമണിക്കൂറിന്. എവിടെ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫിറ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് എല്ലായിടത്തും നിങ്ങൾ പോയിട്ട് ഫിറ്റിങ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളെ വേറൊരാൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളെ കോൺഫിഡൻ്റ് ആയിരിക്കുക, സെക്യൂർ ആയിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ വാല്യൂ അറിയാം, അത്ര മതി. അത് ബാക്കിയുള്ളവരെന്ത് പറയും, ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും, ബാക്കിയുള്ളവർ അതിനെക്കുറിച്ച് എന്ത് പറയും പോയിട്ട് നിങ്ങളെ വിഷയമല്ല. അത് അവരെ വിഷയം. അത് അവർ ചെയ്തോളൂ. അപ്പം നിങ്ങളെടുക്കാൻ വേണ്ട, നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. അവരെന്തോ ചെയ്തോട്ടെ, അതിനെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് പറഞ്ഞിട്ടാണ് നടക്കുക. അപ്പം ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഹേറ്റേഴ്സ് നമ്മൾ ഫാൻസായിട്ടൊക്കെ കാണുന്നുണ്ട്. ശരിക്കും വർക്കാവും കേട്ടോ. അങ്ങനെ അവർ ഫാൻസൊന്നും അല്ലെങ്കിലും ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ അതൊക്കെ ആവലുണ്ട്. മീൻസ് നമുക്കങ്ങനെ വിഷമമൊന്നും ആവില്ല. നിങ്ങൾ കംപ്ലീറ്റ് അങ്ങനെ കാണുന്നില്ല. ബട്ട് ആ ഹേറ്റേഴ്സ് നിങ്ങൾ ഫാൻസായിട്ട് കാണണ്ട, സമ്മതിച്ചു. ഹേറ്റേഴ്സ് നിങ്ങൾ അൺഹീൽഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണും. അവർ ഹീലായിട്ടുള്ള, അവർ ഇൻസെക്യൂർ ആണ്, അവർക്ക് കുറേ ട്രോമയുണ്ട്, അവർക്ക് കുറച്ച് ഇമോഷണൽ വൂൺസ് ഉണ്ട്. അവർക്ക് അതിൽ നിന്ന് നമ്മളെ ഹീലായ പോലെയോ നമുക്ക് ഒരു ഗ്ലോ അപ്പ് ഉണ്ടായ പോലെയോ അവർക്കത് ആവാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ അവരോടൊരു എമ്പതി അല്ലെങ്കിൽ സിമ്പതിയൊക്കെ തോന്നും. പക്ഷെ എന്ന് വെച്ചിട്ട് അവരെ ലൈഫിൽ പിടിച്ച് വലിച്ച് കയറ്റരുത്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടേ നിൽക്കുക. അത്ര തന്നെ. അവരെ ഇങ്ങനെ ഹെയ്റ്റ് ചെയ്യാൻ പോകണ്ട. അവർ പറയുന്ന മൈൻഡാക്കാനും പോകണ്ട. ദാറ്റ്സ് ഇറ്റ്. അതായത് ഒരു കമൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ കൊണ്ട് ഒരാളുടെ കോൺഫിഡൻസ് പോയി. ആക്ച്വലി ഒരു ഒപ്പീനിയൻ നിങ്ങളെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറൂല. അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. പിന്നെ ഇങ്ങനത്തെ സ്ട്രേഞ്ചേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ നിങ്ങളെ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഇത്രയും പവർ കൊടുക്കാൻ പാടില്ല. നിലക്ക് നിർത്തണം, വരച്ച വരയിൽ നിർത്തണം, വയ്ക്കണം.
അവരെ ഒരു നിലയുണ്ട് അവർക്ക് നോക്കണ്ട, അത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരണം. ആ ഒരു നിലയ്ക്കാണ് പറയുക ബൗണ്ടറീസ് ഉള്ളത്. ആ മതിൽ ചാടി കയറി ഇങ്ങോട്ട് വരാൻ വിടും. അങ്ങനെ വിടുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കട്ട് ഓഫ് ചെയ്തിട്ട് ബൈ ബൈ പറയാം. ഇനി പൊയ്ക്കോ മോളെ, ഇനി പൊയ്ക്കോ മോളെ, അല്ലേ മോനെ ഇനി ഇടക്കണ്ട, പിന്നെ വേണ്ട എന്നുള്ളതങ്ങ് പറയാം. അല്ലെ ഓൺ സൈലൻ്റ് കട്ട് ഓഫ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഒപ്പീനിയൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യില്ല. അത് നിങ്ങൾ ആ ഒപ്പീനിയൻ പറയുന്നില്ല, ആരോ പറയുന്നത് നിങ്ങളെ മര്യാദയ്ക്ക് അറിയാത്ത അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത ആരോ പറയും. ചിലപ്പോൾ ഇതുപോലത്തെ ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെ ഹീലാവാത്ത. അതിൽ നിങ്ങളെ ഐഡൻറ്റിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ക്യാരി ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കപ്പ് ഫ്രണ്ടായിട്ട് ഇരിക്കുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കണം. അതായത് നിങ്ങളെ അങ്ങനെ ഒരു വാല്യൂ തരാത്ത, അല്ലെങ്കിൽ നിങ്ങളെ വേർത്ത് മനസ്സിലാക്കാത്ത, നിങ്ങൾ അവരെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾക്ക് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. മീൻസ് ഓളില്ലെങ്കിൽ അല്ലെങ്കിൽ ഓനില്ലെങ്കിൽ ആ കിന്നമ്മ അല്ലെങ്കിൽ ആ കിന്ന വേണ്ട, അങ്ങനെ അവരെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് തോന്നുന്ന പോലെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാ നിങ്ങളെ ഫ്രണ്ടിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ വിളിക്കരുത്. ഓക്കെ, അങ്ങനെയുള്ളവരെടുക്കുന്ന അപ്പം തന്നെ ബൈ ബൈ പറയുക, വേണ്ട പറയുക, അത്രയേ ഉള്ളൂ. ശരിക്കുള്ള ഫ്രണ്ട്സൊന്നും അങ്ങനെ ചെയ്യില്ല. അങ്ങനത്തെ ഫ്രണ്ട്സിനെ വേണ്ട തന്നെ വെക്കുക. അല്ല പിന്നെ ലോകത്ത് എത്ര ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ പറയുന്ന പോലെ ഇതൊന്നും അത്ര ഈസി അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഗ്രാജുവലി നിങ്ങൾ പഠിച്ചോളൂ. ഗ്രാജുവലി നിങ്ങൾ അങ്ങനെ കട്ട് ഓഫൊക്കെ ചെയ്യണേ. എൻ്റെ ചാനലൊക്കെ കണ്ട് ഞാൻ എങ്ങനെ ഗ്ലോ അപ്പ് എങ്ങനെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് മോശമാണ്. അനക്ക് മോശമല്ലെങ്കിൽ കാരണം വെച്ച് നിങ്ങൾ ഗ്ലോ അപ്പായിട്ട് അനക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടല്ലോ. അപ്പം ചെയ്യണം. അതിനുള്ള പണി നിങ്ങൾ എടുക്കണം. നിങ്ങൾ ഹീലാവണം, നിങ്ങൾ ബൗണ്ടറീസ് വെക്കാൻ പഠിക്കണം, നിങ്ങൾ കോൺഫിഡൻ്റ് ആവണം. അപ്പോൾ കുറേ പണിയുണ്ട്. അത് ഈസിയൊന്നുമല്ല. ബട്ട് നിങ്ങൾക്ക് സമാധാനം സ്വസ്ഥതയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ എന്നെ ഹെയ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഗ്ലോ അപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഒരു ഹെൽത്തിയസ്റ്റ് ഗ്ലോ അപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൽഫ് റെസ്പെക്റ്റ് എന്നാണ്, അല്ലാതെ സെൽഫ് ഹേറ്റഡ് എന്നല്ല. ഞാൻ സെൽഫ് ലവിൻ്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് എനിക്ക് ഭയങ്കര റിലേറ്റബിളാണ്. നമ്മളിങ്ങനെ ക്വയറ്റായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സൈലൻ്റ് ആകുന്നത് വീക്കാണെന്ന് ചിലവർക്കൊരു വിചാരമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. സൈലൻസ് ഒരു വീക്ക്നെസ് അല്ല. സൈലൻ്റ് ആയിരിക്കണമെങ്കിൽ തന്നെ നല്ല കഴിവാണ്. ദ ആർട്ട് ഓഫ് സൈലൻസ് എന്നുള്ളത് കേട്ടിട്ടുണ്ടാകും. എന്നാൽ അങ്ങനെ ഒരു ആർട്ട് ഉണ്ട്. മാസ്റ്റർ ദി ആർട്ട് ഓഫ് സൈലൻസ് എന്നുള്ളത് ഞാൻ കുറേ പേരോട് പറഞ്ഞിട്ടുള്ളതാണ്. സ്ട്രോങ്ങസ്റ്റ് പീപ്പിളൊക്കെ ഇങ്ങനെ കാമായിട്ട് ഒക്കെയാണ് മൂവ് ചെയ്യുക. ഞങ്ങൾ ഭയങ്കര ലൗഡായിട്ടൊന്നുമല്ല. സൈലൻസ് ഒരിക്കലും വീക്ക്നെസ് അല്ല. ഞാനിപ്പോൾ പറഞ്ഞില്ല. ഇങ്ങനെ വിശദീകരിക്കാൻ പോയാൽ എന്തായാലും ഇത് തീരൂല. ഇപ്പോൾ ഇത് തീർത്തിട്ട് വേണം പോയി കിടന്ന് ഉറങ്ങാൻ. പിന്നെ ഇത് എന്നോട് ഒരാൾ പറഞ്ഞതാണ്. ഇത് മലയാളത്തിലാണ് പറഞ്ഞത്. ഞാൻ കുറച്ചുകൂടി എൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിലാക്കിയതാണ്. മീൻസ് എനിക്ക് മലയാളത്തിനോടൊരു പ്രശ്നമില്ല. മലയാളം എനിക്ക് നന്നായിട്ട് അറിയാം. മലയാളം എഴുതാനറിയാം, വായിക്കാനറിയാം, സംസാരിക്കാനറിയാം. ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ സ്ലാങ്ങൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് വരും. കണ്ണൂർ സ്ലാങ് പക്ക കണ്ണൂർ സ്ലാങ് അല്ല, ലോ മിക്സ് ആയിട്ടൊരു സ്ലാങ്ങൊക്കെയാണ് എനിക്കുള്ളത്. അതൊക്കെ നന്നായിട്ട് വരും. പക്ഷേ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് മലയാളത്തിനേക്കാൾ കംഫർട്ടബിൾ ഇംഗ്ലീഷാണ്. അതാണ് നിങ്ങളുടെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ എന്നോട് എല്ലാവരും ചോദിക്കും, CBSE ആണ് പഠിച്ചത്? എല്ലാ സ്റ്റേറ്റാണ് പഠിച്ചത്. സീരിയസ്ലി സ്റ്റേറ്റാണ് പഠിച്ചത്. CBSE ആണോ പഠിച്ചത്? എല്ലാവരും ചോദിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിയാം ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നോടില്ല, എൻ്റെ ഫ്രണ്ടിനോടോ എങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് അറിയും എന്നുള്ളത് കാണിക്കാനാണോ ഇംഗ്ലീഷ് പറയുന്നത്? അല്ല, എനിക്ക് കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളത് എൻ്റെ മദർ ടങ്ങിൽ എനിക്ക് ഇത്ര എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കുറേ ഇംഗ്ലീഷിലെ വേർഡാണല്ലോ ഞാൻ പറയുന്നത്. അതിൽ നന്നായിട്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക ഇംഗ്ലീഷിലാണ്. ഇത് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് പേർ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് ഞാൻ റീൽസൊക്കെ കാണുമ്പോൾ എൻ്റെ ലൈക്കും കമൻറ്റ് ബോക്സെല്ലാം കാണുമ്പോൾ എനിക്കറിയാം. ഐ വിഷ് സമ്മൺ ചൂസ് മീ
ദ വേ ഐ ചൂസ് അതേഴ്സ്. അതായത് മനസ്സിലായിട്ടുണ്ടാവുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ ബാക്കിയുള്ളവരെ ചൂസ് ചെയ്യുന്ന പോലെ, മറ്റുള്ളവരെ ചൂസ് ചെയ്യുന്ന പോലെ ആരെങ്കിലും എന്നെ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നെ അതുപോലെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഉള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതേ സെയിം ലോയാലിറ്റി, ഇതേ സെയിം ലവ്, കെയർ, പാമ്പറിങ്, ചെറിഷൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ചൂസ് ചെയ്യാം. പ്രശ്നം തീർന്നു. ആ സെയിം ലോയാലിറ്റി, ആ സെയിം ലവ്, കെയർ, പാമ്പർ ഇതൊക്കെ നിങ്ങൾക്കങ്ങ് കൊടുക്കുക. ഇങ്ങനെ ലവ് കൊണ്ട് നിങ്ങളെ ചെറിഷ് ചെയ്യും. കുറച്ചൊക്കെ സ്പോയിൽ ചെയ്തു പോവാക്കണ്ട. വേറൊന്നുമില്ല, കറണ്ട് പോയതാണ്. ഞങ്ങൾക്ക് ഒരു ഫ്ലൈങ് കിസ് തരാനായിട്ട് ഫ്ലാഷ് അടിച്ചിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഇത് കൊള്ളാമല്ലേ? എനിക്കിഷ്ടമായി. നല്ല വെച്ചിട്ട് അച്ഛനൊക്കെ വിളിച്ചതാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്താലും നടക്കില്ല ആ വേറൊരു കാര്യം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ഗൈസ്. ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണം, എന്ത് വീഡിയോ ആണെന്ന് പറയണം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ളതും ഇങ്ങനത്തെ സിറ്റുവേഷനോട് നിങ്ങളെ റിയാക്ഷൻ എന്താ, നിങ്ങളെ അഡ്വൈസ് എന്താണെന്നുള്ളതൊക്കെ പറയണം. ഓക്കെ.